പക്ഷേ ഈ ഒരു സിനിമയുടെ അന്നത്തെ ഒരു വിജയത്തിന് ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു പങ്ക് വഹിച്ചത് എ ആർ റഹ്മാൻ്റെ മ്യൂസിക് തന്നെയാണ്. കാരണം എ ആർ റഹ്മാൻ അതുവരെ ഹിന്ദിയിൽ സിനിമകൾ ചെയ്തിട്ടില്ല. എ ആർ റഹ്മാൻ്റെ തിയേറ്ററിൽ റിലീസാവുന്ന ആദ്യത്തെ സിനിമയാണ് രംഗീല. ശരിക്കും നമുക്കറിയാം 92 റോജ എന്ന് പറയുന്ന ഒരു സിനിമയോട് കൂടി എ ആർ റഹ്മാൻ പിന്നെ ഇന്ത്യ മുഴുവനും ഒരു സെൻസേഷൻ തന്നെയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തമിഴിലെ സിനിമകളൊക്കെ ഡബ് ചെയ്തിട്ട് ഹിന്ദിയിലൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ബോളിവുഡിലൊക്കെ അറിയാം എ ആർ റഹ്മാനെ. കാരണം അദ്ദേഹത്തിൻ്റെ ഈ റോജയിലും കാതലനായാലും ഒക്കെ ഒന്നും ഹിന്ദിയിലും ഒക്കെ അത് ഡബ് ചെയ്തൊക്കെ ഇറക്കിയിട്ട് എ ആർ റഹ്മാൻ്റെ പാട്ടുകളൊക്കെ അന്ന് അവിടെ ഹിറ്റായിട്ട് തന്നെയാണ് എന്താ പറയുക ആളുകൾ മൂളി നടന്നിരുന്ന പാട്ടുകളൊക്കെ തന്നെയാണത്. ഈ മുക്കാബലയൊക്കെ അല്ലെങ്കിൽ ചിക്ക് ബുക്ക് റൈലെ എന്ന് പറയുന്ന പാട്ടൊക്കെ. പക്ഷേ എ ആർ റഹ്മാൻ്റെ ആദ്യത്തെ ഒരു ഹിന്ദി സിനിമ റിലീസാവുന്നതാണ്. ശരിക്കും അതിന് മുമ്പ് വേറൊരു സിനിമയായിരുന്നു. അത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രൊഡ്യൂസറായ ഗുഡ് നൈറ്റ് മോഹൻ അദ്ദേഹത്തിൻ്റെ ഒരു ഹിന്ദി സിനിമ കബീന കബി എന്നാണ് ആ സിനിമയുടെ പേര്. ആ ഒരു സിനിമയായിരുന്നു ശരിക്കും ആദ്യം എ ആർ റഹ്മാൻ ചെയ്യേണ്ടത്. പക്ഷേ ആ സിനിമ കുറേ ഡിലേ വന്ന് 98 ആയപ്പോഴാണ് ആ ഒരു സിനിമ റിലീസായത്. അപ്പോഴേക്കൊക്കെ എ ആർ റഹ്മാൻ ഹിന്ദിയിലെ തന്നെ ഒരു ടോപ്പ് മ്യൂസിക് ഡയറക്ടറായി മാറിയിട്ടുണ്ട്.